നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഞാൻ ചേട്ടനും കൂടെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് നേരെ പോകുന്നത് സ്ട്രൈക്കറിന്റെ മടയിലേക്ക്. ഇവിടെ എത്തിയപ്പോഴും ആദ്യം കണ്ടത് ഹിറ്റ്ലറിന്റെ മുതലാളി കിടക്കുന്ന കാഴ്ചയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ സാധാരണ ഞൊണ്ടി പോകുന്നതാണ് പതിവ്. ഇന്ന് വണ്ടിക്കകത്ത് ഇരിക്കുന്നത് കൊണ്ട് പിന്നെ പുള്ളിക്ക് ഞൊണ്ടാൻ പറ്റുന്നു. എന്റെ വ്ലോഗ് തന്നെ പുള്ളി കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ പോയില്ല. നമ്മുടെ പഴയ പടവീട് ഇതിനിടയ്ക്ക് ഒളിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടെ പതുക്കെ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഏകദേശം പണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സൈഡ് ഹാൻഡ് ട്രാക്കിലെ പാനൽ ബോർഡാണ് മെയിൻ ആയിട്ട് ഈ അപ്ഡേഷനിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത്. സ്ട്രൈക്കറിലെ ചുണക്കുട്ടികൾ അത് ഭംഗിയായിട്ട് നിർവഹിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്ന പരിപാടിയെല്ലാം അവർ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വച്ചിരുന്നത് കൊണ്ട് അടുത്തൊരു ചെറിയ പരിപാടി കൂടി അവരെ നമ്മൾ ഏൽപ്പിച്ചു. വണ്ടിക്കകത്തുള്ള സ്പീക്കർ എല്ലാം റീഅറേഞ്ച് ചെയ്തിട്ട് ഒന്ന് ട്യൂൺ ചെയ്യണം. അത് പറഞ്ഞപ്പോൾ തന്നെ അവന്മാരെല്ലാരും കൂടെ നമ്മുടെ വണ്ടിക്കകത്ത് ചാടിക്കുക. ആ സമയത്താണ് ഹിറ്റ്ലർ ബസിന്റെ യഥാർത്ഥ ഭംഗി ഞാൻ ആസ്വദിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അണ്ടർ എസ്റ്റിമേറ്റഡ് കിടക്കുന്ന വണ്ടികളിലൊന്നാണ്. ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാബിൻ മുതൽ വണ്ടിക്കകത്തുള്ള പാനൽ വർക്ക് വരെ ഫുൾ വർക്കുകളെല്ലാം പെർഫെക്ഷനും വണ്ടിക്കകത്ത് ഫുൾ ക്ലീനും. വണ്ടിക്കകത്ത് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ബാക്ക് സീറ്റാണ് അവർ ഈ വണ്ടിക്കകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഇത്രയും വർക്കുള്ള വണ്ടിയാണ് ഹിറ്റ്ലറിന്റെ വണ്ടി എന്ന് പലർക്കും അറിഞ്ഞു. ഇതിന്റെ മുതലാളി യാദവ പിള്ളേരൊക്കെ ഫോൺ വിളിച്ച് സൊല്ലാൻ പോയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടിക്കകത്തുള്ള ലൈറ്റുകളൊന്നും ഓൺ ആക്കാത്തത്. ഇത് നമ്മുടെ വണ്ടിക്കകത്ത് സ്പീക്കറും സബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 15-ാം തീയതി നമുക്കൊരു ഓട്ടം ഉണ്ട്. ആ ഓട്ടം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അപ്ഡേഷന് കയറുന്നത്. ആ അപ്ഡേഷനിൽ പഞ്ച് ബോക്സിന്റെ കവറിങ് എല്ലാം വരും. ഞാൻ ഇങ്ങനെ സബിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്ട്രൈക്കറിലെ പയ്യന്മാരെല്ലാം കയറി വീണ്ടും അടുത്ത പണി തുടങ്ങി. ആ സമയത്താണ് സ്ട്രൈക്കറിലതാ ഈ വെള്ളം ഒടുപ്പിട്ട പയ്യൻ നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ എന്ന് പാട്ടും പാടി നടക്കുന്നതാണ്. അങ്ങനെ അവനോട് ഞാൻ കത്തി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്ട്രൈക്കറിലെ ബാക്കി പയ്യന്മാരെല്ലാവരും കൂടെ സെറ്റ് വർക്കിന്റെ പരിപാടി തുടങ്ങി. കേൾക്കാതിരുന്ന സ്പീക്കറിനെ അല്ലേ അവന്മാർ കേൾപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൺട്രാക്ട് വീടുണ്ട്. ചേട്ടൻ അവന്മാർ സൈഡിൽ നിൽപ്പുണ്ട്. ചേട്ടന്റെ നേതൃത്വത്തിൽ പരിപാടികളെല്ലാം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പു സാറിന്റെ എൻട്രി. ഇവനെ രാവിലെ മുതലേ ഞാൻ വിളിക്കും. പണികളെല്ലാം കഴിയാറായപ്പോൾ തന്നെ വന്നത് ആരുടെയൊക്കെയോ ഭാഗ്യം. വന്നാൽ പിന്നെ പണികളെല്ലാം സ്വയം ഏറ്റെടുക്കും. അതാണ് അപ്പു സാറിന്റെ മെയിൻ. അപ്പു സാറിന്റെ മേൽനോട്ടത്തിൽ ബാക്കിലത്തെ തൂക്കിലൈറ്റ് കൂടെ ഫിറ്റ് ചെയ്തതോടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അവസാനമായിട്ട് ചേട്ടനും അപ്പും കൂടെ ദൈവത്തിന്റെ പടത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയുടെ സ്ട്രൈക്കറിലെ ആദ്യത്തെ അപ്ഡേഷൻ അങ്ങനെ ഭംഗിയായിട്ട് അവസാനിച്ചു. നമ്മൾ പോകാൻ ഇറങ്ങിയ സമയത്ത് അവന്മാരെല്ലാരും കൂടെ നമുക്ക് ടാറ്റ തരുന്നുണ്ടായിരുന്നു. ടാറ്റയൊക്കെ തന്ന് പറഞ്ഞു വിട്ടാലും 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വണ്ടിയും കൊണ്ട് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞ സ്ട്രൈക്കറിലെ പയ്യന്മാരുടെ വർക്കും അവന്മാരുടെ പെരുമാറ്റവും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഇരുന്ന സാധനങ്ങൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളവിടെ പോയതെങ്കിലും ഒരു ചെറിയ വയറ് പോലും വെളി കാണാതെയാണ് അവന്മാർ വർക്ക് ഫിനിഷ് ചെയ്തത്. അതിന്റെ സന്തോഷത്തിൽ ബാലരാമപുരം എത്തിയപ്പോൾ തട്ടുകട കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. ബാലരാമപുരം ജംഗ്ഷനിൽ തന്നെ രാത്രി മൊത്തം വർക്ക് ചെയ്യുന്ന തട്ടുക. ഇവിടെ നിന്ന് ദോശയും ചമ്മന്തിയും പപ്പടവും രസവടയും ഓംപ്ലേറ്റ് നമ്മൾ മിക്ക ദിവസം കഴിക്കാറുണ്ട്.